നമ്മളെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എപ്പോഴെങ്കിലും തെറ്റാണെന്ന് നമുക്ക് സ്വയം തോന്നാറുണ്ടോ? പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ട്, ആ ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടല്ല ആ കാര്യം ചെയ്യുന്നത്. പക്ഷെ ആ കാര്യത്തെ വിമർശിക്കാനും കുറ്റം പറയാനും അഭിപ്രായങ്ങൾ പറയാനും ഒത്തിരി ആൾക്കാരുണ്ടാവും കേട്ടോ. അതൊരു ചെറിയ കാര്യമായിക്കോട്ടെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ചെടി നടുന്നതിന് പോലും ചിലർക്ക് ഒത്തിരി അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും. അയ്യോ, എന്തിനാ ഇവിടെ നടുന്നത്? ഈ മണ്ണ് ശരിയല്ല. അയ്യോ, ഇവിടെ നട്ട് കഴിഞ്ഞാൽ കാട് പിടിക്കും, ഇവിടെ നട്ടാൽ പാമ്പ് വരും, ഇവിടെ നട്ടാൽ അത് സംഭവിക്കും, ഇത് സംഭവിക്കും. ഇങ്ങനെ നൂറ് 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 കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കും. നമ്മൾ സതുദ്ദേശത്തിൽ അവിടെ ഒരു പൂ വളരണമെന്നോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി ഉണ്ടാക്കണമെന്നോ ഉദ്ദേശത്തിൽ, നല്ല ഉദ്ദേശത്തിൽ മാത്രമായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അതിൽ 100 അഭിപ്രായങ്ങളാണ് വരുന്നത്. ആ അഭിപ്രായങ്ങൾ വരുമ്പോൾ തന്നെ നമുക്കതിനോട് ഫ്രസ്ട്രേഷൻ ആവുകയാണ്. ആക്ച്വലി നമ്മൾ ആ ആക്ടിവിറ്റിയെ തന്നെ വെറുക്കുകയാണ്. ശരിക്കും സംഭവിക്കുന്നത് എന്താ? ആ ആക്ടിവിറ്റിയാണോ വെറുക്കുന്നത്? അല്ല, ആ അഭിപ്രായം കേൾക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ വെറുക്കുന്നത്, അല്ലേ? അങ്ങനെ വെറുക്കുമ്പോഴാണ് നമ്മൾ ആ ആക്ടിവിറ്റിയെ പോലും വെറുക്കുന്നത്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ നമുക്കൊരു കാര്യം ചെയ്യണം. അപ്പോൾ ഈ വിമർശനങ്ങളും അഭിപ്രായങ്ങളും കുറ്റങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അതൊരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 2 ചെവിയും കൊട്ടി അടയ്ക്കുക. എന്ന് വെച്ചാൽ ഒന്നും ഉള്ളിലോട്ട് എടുക്കരുത്. പറ്റുകയാണെങ്കിൽ ഒരു പാട്ട് കേൾക്കാൻ സാഹചര്യമുള്ളവരാണെങ്കിൽ പാട്ട് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ആ ആക്ടിവിറ്റി ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നമുക്കൊന്നും മൈൻഡിലോട്ട് വരില്ല. കാരണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ, നമ്മൾ കേൾക്കുന്ന പാട്ടിൽ മാത്രമായിരിക്കും. അതർവൈസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ നമുക്ക് ഏതോ ഒന്ന് കാര്യം പാസ് ചെയ്തു, നമ്മൾ റോട്ടിൽ നിൽക്കുമ്പോൾ ഒരു ബസ് പാസ് ചെയ്താൽ നമുക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അതേസമയം ആ ബസ്സിലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളെ ഹോണ്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും, അല്ലേ? അതേപോലെയാണ് കേട്ടോ ജീവിതം. ഒന്ന് ശ്രമിച്ചു നോക്കണേ.